നമസ്തേ കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദിമ മനുഷ്യരും സംസ്കാരവും. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യരുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിലെ ഹെൽഡൻബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അതൊരു ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൻബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൻബർഗ് എന്ന പട്ടണത്തിൽ സമീപം ഒരു ദിക്കിൽ കുഴിച്ചിട്ടപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് ഏതാണ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 1907 ജർമ്മനിയിലെ മൗവർ എന്ന ഗ്രാമത്തിൽ നമ്മൾ ഗവേഷണമൊക്കെ നടത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് മനുഷ്യൻ്റെ ലോവർ ജോബോൺ, മനുഷ്യൻ്റെ താടി ഇല്ല. ഏകദേശം അതിന് 6 ലക്ഷം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് എവിടെ നിന്ന്, അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അത് ജർമ്മനിയിൽ നിന്നാണ് ലഭിച്ചത്. ജർമ്മനിയിലെ മൗവർ എന്ന ഗ്രാമത്തിൽ നിന്ന്. ആദിമ മനുഷ്യൻ്റെ ചരിത്രശേഷിപ്പ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് 6 ലക്ഷം വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ടെന്നാണ് ഗൂഗിളിലൊക്കെ തിരഞ്ഞപ്പോൾ നമുക്ക് കഴിയുന്നത്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ ചിന്തിക്കാൻ കഴിയുമായിരുന്നോ? അക്കാലത്തെ മനുഷ്യരെക്കുറിച്ച് നമുക്ക് പരിശോധിച്ചാലോ? നമുക്ക് ഈ പൂർവികരെ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്, അവിടേക്ക് പോവാം. സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബവൃക്ഷം ശ്രദ്ധിക്കൂ. സിനുവിൻ്റെ ബ്രദറും അവൻ്റെ അമ്മയും അച്ഛനും, അച്ഛൻ്റെ അമ്മയും അച്ഛനും, അമ്മയുടെ അമ്മയും അച്ഛനും. പിന്നെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അവനെ അറിയില്ല, അവിടെ ബ്ലാങ്കാണ്. അപ്പം നമുക്കും അത്രയൊക്കെ അറിയായിരിക്കുള്ളൂ അല്ലേ? ഏറിപ്പോയ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും പേര് കിട്ടായിരിക്കും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ ചാൻസ് കുറവ് അധികം പേർക്കും. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലെ എത്ര തലമുറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? എല്ലാവരും കണ്ടെത്തി എഴുതുക കേട്ടോ. ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താം. BC-CE. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടമായി വിഭജിച്ചിരിക്കുന്നു. പൊതുവർഷത്തിനു മുമ്പ്, ബിഫോർ ദ കോമൺ എറ, BCE. പൊതുവർഷം, കോമൺ എറ, CE. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങൾ BC, AD എന്നിങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണെങ്കിൽ BC, ബിഫോർ ദ ക്രൈസ്റ്റ് എന്നും, ക്രിസ്തുവിൻ്റെ ജനനശേഷമാണെങ്കിൽ അന്നോ ഡൊമിനി എന്നും അറിയപ്പെടുന്നു, അല്ലെങ്കിൽ AD. ഇത് യഥാക്രമം BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് നമുക്ക് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ എന്താ പറയുന്നത്? ഈ ചിത്രം നോക്കൂ എല്ലാവരും. ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. അപ്പോൾ 1 ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ്. ഓക്കെ. മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഫോസിലുകൾ? പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മനുഷ്യ പരിണാമത്തിനെ കുറിച്ച് നമുക്ക് പറയാം. ചാൾസ് ഡാർവിനെ കുറിച്ചും ചിത്രം കണ്ടോ? ഓക്കെ. മനുഷ്യ പരിണാമം. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവമാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. അങ്ങനെ 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ചാൾസ് ഡാർവിൻ. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിൽ ചാൾസ് ഡാർവിൻ ജനിച്ചു. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിന്റെയും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിന്റെയും നയിച്ച പ്രക്രിയയിൽ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം.
എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.